അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് സംവിധായകൻ കമൽ. നീതി നടപ്പായില്ലെന്ന് അവർ പറയുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുക തന്നെയാണ് വേണ്ടത്. എല്ലാ ഫാഷിസ്റ്റ് ഭരണകൂടങ്ങളും സിനിമയെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ അത് വിദഗ്ധമായി ഉപയോഗിക്കാൻ ശ്രമം നടത്തി. എന്നാൽ അതൊന്നും കൂടുതൽ കാലം നിലനിൽക്കില്ല. സിനിമയുടെ നഷ്ടക്കണക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിടുന്നതിനോട് യോജിപ്പില്ല എന്നും കമൽ മസ്കത്തിൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഇന്ത്യൻ സ്കൂൾ സംഘടിപ്പിച്ച ഫിലിം ഫെസ്റ്റിവലിൽ മുഖ്യാതിഥിയായിരുന്നു അദ്ദേഹം. മലയാളത്തിന്റെ പ്രശസ്ത സംവിധായകൻ കമൽ മീഡിയ വണ്ണിനോടൊപ്പം ചേരുകയാണ്. ഈ അതിജീവിത വിഷയത്തിൽ സാറാണ് പ്രതികരിച്ചത്. സംവിധായകൻ പ്രതികരിച്ചു എന്നുള്ള രീതിയിൽ നീതി കിട്ടിയില്ല എന്നുള്ള രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇപ്പോഴും അതിൻ്റെ എങ്ങനെയാണ്? അല്ല, നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നീതി കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞത് തന്നെയാണ്, അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് അവർക്ക് തോന്നുന്നിടത്തോളം കാലം നീതി നടപ്പായിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന വളരെ അടുപ്പമുള്ള ആളാണല്ലോ അതിജീവിതം. ഞാൻ അവരോട് സംസാരിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ നിരാശയും ദുഃഖവും എല്ലാം ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പുറത്ത് ദിലീപ് ഇതിൻ്റെ അകത്ത് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് കോടതി തന്നെയാണ് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ നിയമം തന്നെയാണ് അതിൻ്റെ വഴിക്ക് അതിൻ്റെ തീരുമാനം ഉണ്ടാകേണ്ടത്. അത് നമുക്കറിയില്ല, അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല. അത് കാലം തെളിയിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. പ്രൊപ്പഗണ്ട സിനിമകൾ വരുന്നു, ഒരുപാട് വരുന്നു. അതേപോലെ തന്നെ ഈ സെൻസർഷിപ്പ് കത്രിക വെക്കൽ കൂടുതലാവുന്നു. ഇതിന് സാർ തുറന്നു പറഞ്ഞിട്ടുണ്ട് ചില സമയങ്ങളിൽ. പ്രൊപ്പഗാൻഡ സിനിമയെക്കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം അത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഈ സിനിമ തുടങ്ങിയ കാലത്താണ് ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയൊക്കെ സിനിമകൾ വന്നിരുന്നത്. പിന്നെ ഓരോ കാലഘട്ടത്തിലും ഈ ഏകാധിപതികളും ഈ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളും ഒക്കെ തന്നെ എല്ലാ മീഡിയനും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലിറ്ററേച്ചറിനായാലും ശരി, സിനിമയും ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇന്ത്യയിലിപ്പോൾ അവർ വളരെ തന്ത്രപരമായിട്ട് അത് ഉപയോഗിച്ച് തുടങ്ങി. പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും തിരിച്ചറിഞ്ഞു തുടങ്ങി എന്താണ് ഈ പ്രോപ്പഗാൻഡ സിനിമ എന്നുള്ളത് തിരിച്ചറിയുക. അതിൻ്റെ ഫൂളിഷ്നെസ്സും അതോടൊപ്പം തന്നെ അത് ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളും ആൾക്കാർക്ക് തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രകടനമായിരുന്നല്ലോ കേരള സ്റ്റോറിമാനുള്ള ഒരു സിനിമ കേരളത്തെക്കുറിച്ച് ഉണ്ടാക്കുക, അത് കേരളത്തിൽ കൊണ്ട് തന്നെ പ്രദർശിപ്പിക്കാമെന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടായത്. അത് പക്ഷേ എനിക്ക് തോന്നുന്നത് അത് അധികം കാലം പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആ വഴിക്കും അങ്ങ് പോകും. പിന്നെ സിനിമ എന്ന മാധ്യമത്തെ നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഏത് മാധ്യമത്തെയും പോലെ തന്നെ അത് മോശമായിട്ട് ജനങ്ങളെ സ്വാധീനിക്കും എന്നുള്ളത് സത്യം തന്നെയാണ്. അല്ല, അസോസിയേഷൻ അങ്ങനെ കണക്ക് പുറത്തുവിടുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് എനിക്കും. കാരണം ഓരോ ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസർമാരാണ്. അവരുടെ നഷ്ടവും അവരുടെ ലാഭവും അവർ തന്നെയല്ലേ തീരുമാനിക്കേണ്ടത്. അല്ലെങ്കിൽ അവരാണല്ലോ അത് ഓൺ ചെയ്യേണ്ടതും അതിനെ ഡിസോൺ ചെയ്യേണ്ടതും. അപ്പോൾ എനിക്ക് തോന്നുന്നത് പ്രൊഡ്യൂസർ അസോസിയേഷൻ ആ ജോലി ഏറ്റെടുക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമാണ്. പിന്നെ ഈ 100 കോടി ക്ലബ്ബിൽ കയറുമ്പോൾ 100 കോടി പ്രൊഡ്യൂസറുടെ കയ്യിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് സത്യം തന്നെയാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഈ ഗ്രോസ് കളക്ഷൻ വെച്ചിട്ടാണ് ഈ 100 കോടി എന്ന് കണക്കാക്കുന്നത്. അത് ടാക്സും തിയേറ്ററുകാരുടെ പൈസയും ഡിസ്ട്രിബ്യൂട്ടർ പൈസയും എല്ലാം കഴിച്ചിട്ട് വളരെ അതിൻ്റെ 30% 35% ആണ് പ്രൊഡ്യൂസർക്ക് വരുന്നതെന്ന് പറയുന്നത്. മുൻകാലങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ്.